രുചിഭേദങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കോക്കനട്ട് ബർഫിയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലേ തേങ്ങ ബർഫി. അപ്പോൾ അത് നമുക്ക് നല്ല എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് ഒരുപാട് ചേരുവകളുടെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയും പഞ്ചസാരയും ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അഡീഷണലായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചേർക്കണമെന്ന് മാത്രം. പല രീതിയിൽ കോക്കനട്ട് ബർഫി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നേ വരെ തേങ്ങാ ബർഫി ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണേ മുമ്പായിട്ട് നമ്മുടെ ചാനൽ രുചിഭേദങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുതേ. ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റ്സും നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാൻ എല്ലാം അളന്നെടുത്തത്. അപ്പോൾ നമുക്കിനി അടുത്ത് വേണ്ട 2 കപ്പ് തേങ്ങയാണ്. ഈ തേങ്ങ ഞാൻ നമ്മുടെ ആ തേങ്ങയുടെ കറുത്ത പോർഷൻ വരാത്ത രീതിയിൽ ചിരവിയെടുത്തതാണ്. അതൊരു മിക്സി ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം ഒന്ന് പൾസ് ചെയ്തെടുക്കണം. ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിത് ചെയ്യണത്. ഒരുപാട് അരച്ച് പേസ്റ്റ് പോലെ ആക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് പൾസ് ചെയ്യുക, ഓഫ് ചെയ്യുക, അത്രേ വേണ്ടത്. അതുപോലെ അതിന് ശേഷം ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് കറക്കിയെടുത്ത തേങ്ങാപ്പീര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ ഫ്ലെയിം ഒരുപാട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് കളർ നമുക്ക് കിട്ടാതെ ആവും, കളർ മാറും. അപ്പോൾ തേങ്ങാ ബർഫിക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു കാണാനൊരു രസം ഉണ്ടാവില്ല. വൈറ്റ് കളർ ഉണ്ടാവണതല്ലേ ഏറ്റവും ഭംഗി കാണാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കണ്ടില്ലേ, പഞ്ചസാര നന്നായിട്ട് ഉരുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഇനിയും അത് നല്ല വാട്ടറി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് പഞ്ചസാര ഉരുകി ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കൈവിടാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉറപ്പായിട്ട് അത് പാനിൻ്റെ അടിയിൽ പിടിക്കും. പിന്നെ ടെക്സ്ചർ മാറും, കൺസിസ്റ്റൻസി മാറും. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് തേങ്ങാ ബർഫി. പക്ഷേ അത് കുറച്ച് നമ്മൾ സൂക്ഷ്മതയോടുകൂടെ ചെയ്യണം, അല്ലെങ്കിൽ നല്ല കടയിലൊക്കെ കിട്ടുന്ന പോലെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടാതെയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ നെയ്യാണ്. നെയ്യ് ചേർക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല, ഓപ്ഷണലാണ്. എനിക്കിതിൽ നെയ്യ് ചേർക്കണം ഇഷ്ടമായത് കൊണ്ട് മാത്രമാണ് ചേർത്തത്. നമ്മൾ തേങ്ങാ ബർഫിയുടെ കൂടെ ലൈറ്റായിട്ട് നെയ്യുടെ മണം കൂടെ ആവണ സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ, അതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ പഞ്ചസാരയും തേങ്ങയും മാത്രം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ്. അപ്പോൾ കൺസിസ്റ്റൻസി ആയോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പോർഷൻ എടുത്ത് നോക്കിയിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് ഉരുട്ടി നോക്കിയാൽ മതി. നന്നായിട്ട് ബോൾ ഷേപ്പിലാവുകയാണെങ്കിൽ നമ്മുടെ തേങ്ങാ ബർഫി റെഡിയായി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ എൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നെയ്യ് തടവി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ക്യാമറ ഇങ്ങോട്ടേക്ക് സെറ്റ് ചെയ്യണ നേരം കൊണ്ട് കുറച്ചുകൂടെ ഒന്ന് മുറുകി പോയിട്ടോ. അപ്പോൾ ഇത് ശരിയായില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടിപ്സ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഒരുപാട് മുറുകി പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് പാനിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. വെള്ളം വറ്റിയ ശേഷം കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയാൽ മതി. അതുപോലെ പീസാക്കി എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ കൺസിസ്റ്റൻസി എത്തണതിന് മുമ്പ് നമ്മൾ വാങ്ങി സെറ്റ് ചെയ്യാൻ വെക്കണത് കൊണ്ടാട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് പാനിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് കുറുകി വരുമ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം നന്നായിട്ട് ലെവൽ ചെയ്ത ശേഷം ഉടനെ തന്നെ നമ്മളിത് നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക് മുറിച്ചെടുക്കണം. അല്ലെങ്കിൽ എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ച ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഇന്ന് ഡയമണ്ട് ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് തേങ്ങാ ബർഫിയുടെ തിക്നെസ്സിനനുസരിച്ച് വേണം നമ്മൾ പ്ലേറ്റിൻ്റെ വീതി കൂട്ടാൻ കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കട്ടിയോടുകൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയൊരു പ്ലേറ്റ് എടുത്തത്. നിങ്ങൾക്ക് നല്ല നിറയെ പീസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ പ്ലേറ്റ് എടുത്തിട്ട് നന്നായിട്ട് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ തിക്നെസ് കുറയും, പക്ഷേ പീസായി കിട്ടുന്നത് നിറയെ എണ്ണ ഉണ്ടാവും കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ചെയ്യണവർ ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി എടുത്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ പിന്നെ നമുക്കൊരു ധൈര്യം കിട്ടുമല്ലോ ചെയ്ത് തുടങ്ങുന്ന സമയത്ത്.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്വീറ്റാണ് തേങ്ങാ ബർഫി അല്ലേ, പണ്ടുകാലം മുതലേ ഉള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.